ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്ന ഒരു എമർജൻസി ലൈറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് എമർജൻസി ലൈറ്റ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെള്ളത്തിലിട്ടാലും അതായത് നനഞ്ഞാലും ഇത് വർക്ക് ചെയ്യും. അന്നേരം ഇപ്പോൾ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ LED ബൾബും അതായത് ഇതിൻ്റെ അകത്ത് ബാറ്ററിയും അത് വാട്ടർ പ്രൂഫാണ്. ഇതിന്റെ വീഡിയോ ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അന്നേരം ഇപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കാണുക, കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം. LED ബൾബിന് വേണ്ടിയുള്ള സാധനമാണ് ഇതൊക്കെ. ഈ കുറച്ച് LED ബൾബ് വേണ്ട പഴയൊരു വേറൊരു ലൈറ്റിൻ്റെ പുറത്തേന്ന് ഊരിയെടുത്താണ്. ഇത് മാത്രം കുഴപ്പമില്ല, ഓടുന്നു. അതിൻ്റെ ഒരു ഗ്ലാസ്സും ഉണ്ട്. ഇത് നമുക്ക് വെച്ച് എമർജൻസി ഉണ്ടാക്കാൻ വേണ്ടി അതിനൊരു ഫ്രെയിം വേണം. ഇതാണ് ഫ്രെയിം. MDFൻ്റെ ഒരു പീസാണ്. അതായത് നമുക്കത് റൗണ്ടിൽ വരച്ചൊക്കെ എടുത്ത് ഒന്ന് ശരിയാക്കിയെടുക്കാം. ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഈ റൗണ്ട് വിത്തിട്ട് ഇങ്ങനെയാണ് ഫിറ്റ് ചെയ്ത് വെക്കുക. ഈ വിത്തിലേക്ക് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് നമുക്കിങ്ങനെ റൗണ്ട് ചെയ്തെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് തുളച്ചിട്ട് ഉള്ളിലോട്ട് ഇറക്കി വെക്കണം. അത് നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനമുണ്ട്. ഇതിലത്തെ ഫിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ സ്വിച്ച് ഉണ്ട്. പിന്നെ നമുക്ക് ചാർജ് ചെയ്യണം ബാറ്ററി. ഈ ബാറ്ററി ഉപയോഗിക്കുന്ന നമ്മൾ മൊബൈലിൻ്റെ ബാറ്ററി, പോയ മൊബൈലിൻ്റെ ബാറ്ററിയാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ലാസ്റ്റിങ്ങാണ്. നല്ല പിന്നെ ഒരു LED ബൾബ്. ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ വരയ്ക്കാം. സെൻറ്റർ ഭാഗമൊക്കെ നോക്കിയിട്ട് ഇതിലിട്ട് ഇങ്ങനെ വരച്ചെടുക്കുക. വരച്ചെടുത്തു. ജസ്റ്റ് പേന കൊണ്ടൊന്ന് വരയ്ക്കുന്നേ ഉള്ളൂ. ഇപ്പം അളവ് നോക്കിയിട്ടോ അങ്ങനെയൊന്നും അല്ല. ഒരു ചെറിയൊരു മോഡൽ ഷേപ്പ് ഒന്ന് വരച്ചെടുക്കുക എന്നുള്ളൂ. ഒരു മോഡൽ വരച്ചിട്ടുണ്ട്. ഇത് വിത്തിലേക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വിത്തിലിട്ടൊന്ന് തുളയ്ക്കണം. കുറച്ച് തുളച്ചിട്ട് വെക്കണം. ഇതുപോലെ ഫിറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് അതിൻ്റെ ബാക്ക് ഫ്രണ്ട് വരുന്ന ഗ്ലാസിൻ്റെ കവർ വെക്കണം. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് റീചാർജ് ചെയ്യാനുള്ള അത് സ്വിച്ച്, അതുപോലെ ബാറ്ററി ഇതെല്ലാം വെക്കാനുള്ള ഒരു സ്പേസും കൂടെ ഉണ്ടാക്കിയെടുക്കണം. അതിന് തുളയ്ക്കണം. അപ്പം അതാണ് നമുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ മെഷീൻ വെച്ചിട്ടാണ് നമ്മൾ തുളയ്ക്കാൻ പോണത്. തുളയ്ക്കുക. ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ തുളച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് വെച്ച് നോക്കാം. ഓക്കെ, ഇതായിരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ പീസ് ഇതിലിട്ട് വെക്കുന്നു, അതിൻ്റെ ഉള്ളിട്ട് വെക്കുന്നു. ഇത് വെച്ച് ഉണ്ടോ. ഇനി നമുക്ക് അടുത്ത റെഡി നോക്കാം. അപ്പോൾ നമ്മുടെ എമർജൻസി ലൈറ്റിൻ്റെ ഫ്രെയിം ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇവിടെ ചാർജ് ചെയ്യാനുള്ള ഹോള്, ഇവിടെ സ്വിച്ചും വെക്കാൻ വേണ്ടിയുള്ള ഹോള്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തിട്ട് ഈ സ്വിച്ച് ഇറക്കി വെക്കാം. ഇങ്ങനെ അങ്ങോട്ട് ഹോൾ ഇട്ടിട്ടുണ്ട്. ആ ഹോളിൻ്റെ അകത്ത് കൂടെ പയ്യെ ഇറക്കി വിടണം. പണി കേട്ടോ. അപ്പം സ്വിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വയറും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചാർജ് ചെയ്യേണ്ട ഇത് ഓക്കെ. അപ്പം ഇതിങ്ങനെയായിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് കേട്ടോ. ബാറ്ററിയും അതുപോലെ തന്നെ മറ്റേ ഐറ്റങ്ങളോട് വെച്ച് പിന്നെ നമുക്ക് ഇതിൻ്റെ കണക്ഷൻ എല്ലാം കൊടുത്ത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ വേണ്ടത് നമ്മുടെ ചാർജറിൻ്റെ ഹോള്
സ്വിച്ച് എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തോട്ട് LED ബൾബിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ LED ബൾബ് നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി ഇത് LED തെളിഞ്ഞ് നിൽക്കാൻ വേണ്ടിയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതെല്ലാം ഒരു ഡയോഡ് വെച്ചാണ് നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ ചാർജറിൻ്റെ കത്താൻ വേണ്ടി ചാർജറിൻ്റെ ഒരു പോസിറ്റീവ്, അതായത് ചാർജ് കുത്തുമ്പം ഒന്ന് പോസിറ്റീവ് വയർ നമ്മൾ ഇതിലിട്ട് ഈ ഡയോഡിൻ്റെ ആനോഡിലേക്ക്, അതായത് നെഗറ്റീവ് സൈഡിലേക്ക് നമ്മൾ സോൾഡർ ചെയ്ത് വെക്കണം. ഇവിടെ ഇങ്ങനെ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് സോൾഡർ ചെയ്തു. ഈ ഡയോഡിൻ്റെ പോസിറ്റീവ് എന്നുള്ള നമുക്ക് സ്വിച്ചുകൾ കൊടുത്തിരിക്കുകയാണ്. അതുവഴി നമ്മൾ ബാറ്ററിയിലേക്കും അതുപോലെ തന്നെ നമ്മുടെ LED കത്താനുള്ള LED ലൈറ്റിലേക്കും എമർജൻസി ലൈറ്റിൻ്റെ LED ലൈറ്റിലേക്കും നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഇവിടെ ബാറ്ററിയുടെ പോസിറ്റീവ് കൊടുക്കാം. അതായത് ഈ ബാറ്ററിയുടെ പോസിറ്റീവ് വയർ ഇതാണ്. അത് നമുക്ക് ഇതിലോട്ട് കൊടുക്കാം. ഈ ബാറ്ററിയുടെ നെഗറ്റീവ് ഈ ചാർജ് ചെയ്യുന്നതിൻ്റെ വയറിൻ്റെ നെഗറ്റീവായിട്ടും അതുപോലെ തന്നെ ഈ LED ബൾബിൻ്റെ നെഗറ്റീവായിട്ടും നമുക്ക് സോൾഡർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് ഈ സ്വിച്ചിൻ്റെ ഒരു വയർ കിടപ്പുണ്ട്. അത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ LED ലൈറ്റിലേക്കാണ്. അതുമ്പോൾ നമുക്ക് ഈ നെഗറ്റീവ് വശം ആദ്യം എടുത്തിട്ടുണ്ട് കൊടുക്കാം. ബാറ്ററിയുടെ നെഗറ്റീവും LED ബൾബിൻ്റെ നെഗറ്റീവും ഈ ലൈറ്റിൻ്റെ നെഗറ്റീവും ഇതെല്ലാം ജോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്വിച്ചിൽ നിന്ന് വരുന്ന ഈ വയർ നമുക്ക് വിത്തിട്ടാണ് കൊടുക്കുന്നത്. അതായത് എമർജൻസി ലൈറ്റിൻ്റെ ഈ വയറുമായിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് അങ്ങനെ ജോയിൻ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഓണാക്കി നോക്കണം അത് കത്ത് വരുന്നതായിട്ട്. ഉണ്ടോ? അപ്പം ബൾബ് കത്തിയിട്ടുണ്ട്. ഉണ്ടോ? സ്വിച്ച് നമ്മുടെ ഹെഡ് ലാമ്പിൻ്റെ സ്വിച്ചാണ്. ഡബിൾ 2 തവണ ഞെക്കെങ്കിലും ഉള്ളത് ഓഫ് ആകത്തുള്ളൂ. അപ്പം നമ്മുടെ എല്ലാം വർക്കിംഗ് ആയി ഓക്കെ ആയിട്ടുണ്ട്. നമുക്കിതിലൂടെ സെറ്റ് ചെയ്യണം. ഇനി ഷോർട്ടാകാതെ നിൽക്കാൻ വേണ്ടി നമുക്ക് വേറെ പണികളുണ്ട്. ഗ്ലൂ ഗണ്ണ് വെച്ച് തന്നിട്ട് ഇതിലിട്ടെല്ലാം ഒന്ന് ഒഴിച്ചുവിടാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്ലൂ ഗണ്ണ്. ഈ ഗ്ലൂ ഗണ്ണ് വെച്ച് നമുക്ക് ഇവിടെ എല്ലാം കൂടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം കൂടെ ഒന്ന് ഒട്ടിച്ച് ഇരിക്കുന്ന രീതിയിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ എൻ്റെ ഗ്ലൂ ഗണ്ണ് വെച്ച് നമ്മളെല്ലാം കൂടെ ഒട്ടിച്ചിടുക. ഇനി നമുക്ക് ഇതിനെ ഇതിൻ്റെ അകത്തോട്ട് അങ്ങോട്ട് തള്ളി ഇറക്കണം. ഇനി ഒന്ന് ഓണാക്കി നോക്കാം. എന്ത് ഉണ്ടോ? വർക്കിംഗ് ആണ്. ഇനി നമുക്ക് അതിൻ്റെ കവർ, അതായത് ഗ്ലാസ് കവർ ഒട്ടിച്ചു. ഇപ്പം ഇത്രയുള്ള പരിപാടിയുണ്ട്. ഉണ്ടോ? നമുക്ക് ഇതും കൂടെ ഒന്ന് ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിക്കാം. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി ലിഥിയം ബാറ്ററിയാണ്. അതുകൊണ്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. അത് വാട്ടർ പ്രൂഫ് ഫാനാണ്. പക്ഷേ ഇതിൻ്റെ വയർ കണക്ഷൻ നമ്മൾ സോൾഡർ ചെയ്ത് വെക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഗ്ലാസ് എല്ലാം ഒട്ടിച്ചത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതും കൂടെ ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ നമ്മുടെ വാട്ടർ പ്രൂഫ് എമർജൻസി ആയിട്ട് ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിയിലേക്ക് നമുക്ക് ഇതുപോലെ ഈ ഒരു പീസും കൂടെ വെച്ചിട്ട് ഫിറ്റ് ചെയ്ത് വെക്കാം. ഇപ്പം ഫെവിക്കോൾ വശം വെച്ചാണ് ഞാൻ ഒട്ടിച്ചിരിക്കുന്നത്. നമുക്കിതൊന്ന് ചാർജ് ചെയ്യാൻ നോക്കണ്ടേ? ബാറ്ററി ചാർജ് കയറുന്നുണ്ടോ ഇല്ലെന്ന് കുത്തി നോക്കണ്ടേ?
അപ്പോൾ അത് വർക്കിംഗ് ആണ്. ചാർജിങ് കയറുന്നുണ്ട്, എല്ലാം വർക്കിംഗ് ആണ്. പണിയെല്ലാം കഴിഞ്ഞു. നമുക്ക് ഒരു ഭംഗിക്ക് വേണ്ടി ഒരു ചെറിയൊരു കളർ അങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്ത് ബാറ്ററി എന്ന് പറയുന്നത് നമുക്ക് പോയ മൊബൈലിൻ്റെ ബാറ്ററിയാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതാകുമ്പോൾ അത് വെള്ളം വീണാലും നമുക്ക് പെട്ടെന്ന് അതൊന്ന് ഷോർട്ടായി പോകത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ LED ബൾബുകൾ അത് അങ്ങനെ വെള്ളത്തിലൊന്നും വീണാലും ഷോർട്ടായി പോകത്തില്ല. ഞാനിവിടെ ചുമല കളർ കൂടെ കൊടുത്തിട്ടുണ്ട്. പെയിൻറ്റിങ്ങിൻ്റെ ഫിനിഷിങ് ആയിട്ടുണ്ട്. ഇവിടെ എമർജൻസി ലൈറ്റ് ഇതേ എല്ലാം വർക്കെല്ലാം കഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വാട്ടർ പ്രൂഫ് ആണോ എന്നല്ല അറിയണ്ടേ. എന്നിട്ട് ഇപ്പോൾ നമുക്ക് വെള്ളത്തിലിട്ട് നോക്കാം. ഇതിപ്പോൾ ഇപ്പോൾ കത്തുന്നൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഈ കത്തി ഓണാക്കിക്കൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിൽ ഇട്ട് നോക്കാം. കാണാം. കൊണ്ട് അതിൻ്റെ അകത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. വർക്കിംഗ് ആണ്. എത്ര നനഞ്ഞാലും പ്രശ്നമില്ല കേട്ടോ. ഓക്കെ ആയില്ലേ? ഇത്രേ ഉള്ളു പരിപാടി. ഇപ്പം ഇതുപോലെ വാട്ടർ പ്രൂഫ് ആയുള്ള ഒരു എമർജൻസി ലൈറ്റാണ് ഇട്ടിരിക്കുന്നത്. മഴയത്താണല്ലോ എവിടെയെല്ലാം കൊണ്ട് ഇത് നനച്ചു നടന്നാലും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അന്നേരം ഇപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.